ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് സിനിമകളുടെ OTT അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്കോ എന്ന സിനിമയുമായിട്ടാണ്. സന്ദീപാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ തിയേറ്ററുകളിൽ ഗംഭീര വിജയമായിരുന്നു. സന്ദീപ് മികച്ച പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയുടെ OTT അവകാശങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ഡിസംബർ പകുതിയോടുകൂടി അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടു കൂടിയായിരിക്കും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ OTTയിൽ എത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ സിനിമയുടേതാണ്. മമ്മൂട്ടിയായിരുന്നു സിനിമയുടെ നായകൻ. ഗൗതം വാസുദേവ് ആയിരുന്നു സിനിമയുടെ സംവിധായകൻ. തിയേറ്ററുകളിൽ ഒരു പരാജയമായ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ. ഇത്രയും നാളായിട്ട് ഈ സിനിമയുടെ OTTയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമയുടെ OTTയെ കുറിച്ച്. ഇപ്പോൾ C5 എന്ന OTT പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ വരുന്ന ഡിസംബർ 19 C5 സ്ട്രീം ചെയ്യുകയാണ്. അടുത്ത അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുടേതാണ്. ഷെയ്ൻ നിഗമാണ് സിനിമയുടെ നായകൻ. തിയേറ്ററുകളിൽ ഗംഭീര വിജയമായിരുന്നു ബൾട്ടി സ്വന്തമാക്കിയത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും ഈ സിനിമ ഗംഭീര വിജയമായിരുന്നു. തിയേറ്ററുകളിൽ നല്ല കളക്ഷൻ ബൾട്ടി എന്ന സിനിമ നേടി. ഷെയ്ൻ നിഗം മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ബൾട്ടിയിൽ കാഴ്ചവെച്ചത്. ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സിനിമയുടെ OTTയെ കുറിച്ചാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ ഈ വരുന്ന ക്രിസ്മസിന് OTTയിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുടേതാണ്. ഉണ്ണിമുകുന്ദനാണ് സിനിമയുടെ നായകൻ. വിനയ് ഗോവിന്ദാണ് സിനിമയുടെ സംവിധായകൻ. ഈ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങളായി. ഇന്ന് വരെ ഒരു OTT പ്ലാറ്റ്ഫോമിലും ഈ സിനിമ വന്നിട്ടില്ല. ഇപ്പോൾ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഈ വരുന്ന ക്രിസ്മസിൽ OTT എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ സിനിമയുടെ OTTക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ബാഹുബലി ദി എപ്പിക് എന്ന സിനിമയുടേതാണ്. പല ഭാഷകളിലായി ഈ സിനിമ ഇറങ്ങിയിരുന്നു. ബാഹുബലി 1ഉം 2ഉം കമ്പയർ ചെയ്താണ് ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ആരാധകർ നല്ല രീതിയിൽ ഈ സിനിമയെ ഏറ്റെടുത്തു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം 2 OTT പ്ലാറ്റ്ഫോമുകളാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സും ജിയോ ഹോട്ട്സ്റ്റാറുമാണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഈ വരുന്ന ക്രിസ്മസിനോ അല്ലെങ്കിൽ ജനുവരി ആദ്യവാരമോ എത്തുമെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടേതാണ്. പൃഥ്വിരാജ് സുകുമാരനായിരുന്നു സിനിമയുടെ നായകൻ. ജയൻ നമ്പ്യാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു വിലായത്ത് ബുദ്ധ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്ന ചിത്രമായിരുന്നു വിലായത്ത് ബുദ്ധ. കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഈ വരുന്ന ക്രിസ്മസിനോ അല്ലെങ്കിൽ ജനുവരി ആദ്യവാരമോ എത്തുമെന്നാണ് റിപ്പോർട്ട്. ലാസ്റ്റ് അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുടേതാണ്. മമ്മൂട്ടി സിനിമയിൽ വില്ലനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജിതിൻ ജോസ് ആണ് സിനിമയുടെ സംവിധായകൻ. വിനായകനും ഒരു പ്രധാനപ്പെട്ട റോൾ ഈ സിനിമയിൽ വഹിച്ചിരിക്കുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. ഈ സിനിമ ഇപ്പോഴും വിജയകരമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം ഇപ്പോൾ 70 കോടിക്ക് മേളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലൈവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ അടുത്ത മാസം ജാനുവരിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ OTT അപ്ഡേറ്റ് വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരാം. താങ്ക് യു.